ന്യായപ്പെട്ട സത്യത്തിനും നീതിക്കും ന്യായത്തിനും യോജിച്ച ജഡ്ജിമെൻറ്റ് വിധി. ഇതെല്ലാം വേറെ വിധി അതിനകത്ത് ഒക്കത്തില്ല. തീർച്ചയായിട്ടും പോകുമല്ലോ. അപ്പീൽ ഹൈക്കോടതിയിലോ സുപ്രീം കോർട്ട് പോകും, അതിനപ്പുറം കൂടെ അവിടെ പോകും. കള്ളത്തിൽ കൊണ്ട് മാത്രം ഒരു കേസ് ജയിക്കാൻ നോക്കൂ. ഈ വിധി പ്രതീക്ഷിച്ചിരുന്നോ? വിധി ന്യായമായിട്ട് വിധി ഉണ്ടായി പ്രതീക്ഷിച്ചത്, അല്ലാതെ അതിനകത്ത് വേറെ വിധി നടക്കാൻ പ്രയാസമാണ്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അവർ പറയുന്നവരെല്ലാം ശിക്ഷിക്കണം. അവരല്ലല്ലോ പറഞ്ഞു ദിലീപിൻ്റെ കാര്യം ദിലീപിനെ പ്രതിയാക്കിയ ശേഷമല്ലോ ഉണ്ടാക്കുന്നത്. അത് അവർ 5 സ്റ്റേറ്റ്മെൻറ്റുണ്ട്. ആദ്യം ഒരു കേസും ഇല്ല. പിന്നെ ചില അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ അമ്മയുണ്ട് ഏറ്റവും അടുത്ത കൂട്ടുകാരി രമ്യ നമ്പീശൻ, പിന്നെ ഫിയാൻസി, അവരുടെ എല്ലാം പോലീസിൽ ഏർപ്പെടുത്തിയ മൊഴി കോടതിയിലുണ്ട്. അമ്മയെ വിസ്തരിച്ചില്ല, രമ്യ നമ്പീശനെ വിസ്തരിച്ചു, മറ്റേ വിസ്തരിച്ചു. ആ മൊഴികളിലെല്ലാം ഇതൊക്കെ സിനിമയിലോ അല്ലാതെയോ ഒരു ശത്രുക്കളും ഇല്ലെന്ന് പറഞ്ഞേക്കുന്നത് അവരുടെ അറിവിൽ. പിന്നെ എങ്ങനെ ശത്രു വന്നില്ല? കൂറുമാറിയെന്ന് പറഞ്ഞാൽ കള്ളമൊഴി പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയൊന്നും സത്യമല്ലല്ലോ. ഒരു മൊഴി രേഖപ്പെടുത്താൻ കേസിന് ആവശ്യമായിട്ട് മൊഴി രേഖപ്പെടുത്തും, അത് സപ്പോർട്ട് ചെയ്തില്ലെന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് മൊഴി മാറി പ്രോസിക്യൂഷൻ സാക്ഷികളുണ്ട്. ഈ ആദ്യ ചാർജ് കൊടുത്ത DYSP, അതിൽ FI സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയ ഒരു CI, അതിലാദ്യം ഇവരെ കണ്ട തൃക്കാക്കര ACP, അവരുടെ എല്ലാം മൊഴി മാറ്റിച്ചാണ് കോടതി പറയിപ്പിച്ചത്. അവരുടെ എല്ലാം മുൻമൊഴികളുണ്ട്. അവരാരും അങ്ങേർക്കൊന്നും അറിയില്ലല്ലോ. അങ്ങേരെ കൊണ്ട് എന്ത് മൊഴി പറയാനാ? അങ്ങേർക്ക് എന്ത് മൊഴി പറയാനാ PT തോമസിന്? ഈ കേസ് ദിലീപിലേക്ക് എത്തിക്കാൻ പ്രത്യേകമായ എന്തെങ്കിലും ഗൂഢാലോചന നടന്നു തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ലേ. എന്തുകൊണ്ടാണ് സാർ അങ്ങനെ തോന്നുന്നത്? കേസിന് മൊത്തം ഞാൻ കേസ് നടത്തിയ ആളല്ലേ, മൊത്തം വായിച്ച എനിക്കറിയാം. എനിക്കറിയാം, പക്ഷെ എനിക്ക് പറയാൻ നോക്കിയില്ല. എൻ്റെ ഊഹങ്ങളല്ല, നമുക്ക് തെളിവൊന്നുമില്ലല്ലോ. അതാലോചിക്കാം, ജഡ്ജ്മെൻ്റൊക്കെ കാണട്ടെ.